LDF UDF നേർക്കുനേർ പോരാട്ടം കൊണ്ട് ശ്രദ്ധേയമാണ് വയനാട് ജില്ലാ പഞ്ചായത്ത്. കഴിഞ്ഞ തവണ വയനാട്ടെ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ആകെയുള്ള 16 ഡിവിഷനുകളിൽ 8 വീതം നേടി LDFും UDFും ഒപ്പത്തിനൊപ്പം എത്തി. സമനില വന്നതോടെ നെറുക്കെടുപ്പിലൂടെയാണ് സംഷാദ് മരക്കാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകുന്നത്. LDFിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുകയും ചെയ്തു. ഇത്തവണ 17 ഡിവിഷനുകളുള്ള ജില്ലാ പഞ്ചായത്തിൽ ആകെ 58 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഉയർന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? മുന്നണികളുടെ പ്രതീക്ഷ എങ്ങനെയാണ്? വിവരങ്ങളും വിശകലനവും ഒക്കെയായി ഫൈസൽ നെടുമ്പാലയാണ് ചേരുന്നത്. യെസ് ഫൈസൽ, ഈ പറഞ്ഞതുപോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ വയനാട് ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞത്. ഇപ്പൊ കഴിഞ്ഞ തവണ 16 ഡിവിഷനുകളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പെങ്കിൽ ഇത്തവണ 17 മാറിയിരിക്കുന്നു. ഇപ്പം വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് മുണ്ടക്കൈ ദുരന്തം, അതുമായി ബന്ധപ്പെട്ട് നടന്ന വികസന പദ്ധതികൾ, ഒപ്പം വയനാട് തുരങ്കപാത, ഇതൊക്കെ സജീവമായി നിലനിർത്തുകയാണ് LDF. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുന്ന സമയത്ത് പോലും ഇതിൽ വന്ന വീഴ്ചകളാണ് UDF പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പൊ നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പൾസ്? എന്തൊക്കെ വിഷയങ്ങളാണ്? ഈ വിഷയങ്ങൾ തന്നെയാണ് ഉയർത്തിക്കാട്ടുന്നത്. അപ്പം ആർക്കൊക്കെയാണ് സാധ്യത കൂടുതൽ, പ്രത്യേകിച്ച് ഈ ഒരു ഡിവിഷൻ കൂടി കൂടുതൽ വന്ന സാഹചര്യത്തിൽ? അനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മത്സരം ഇത്തവണ കടുകട്ടിയായിരിക്കും ഇരു മുന്നണികൾക്കും. കാരണം ഈ വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ ഒരു കണക്കെടുത്താൽ രൂപീകൃത കാലം മുതൽ എന്നും UDFിനൊപ്പം നിന്നിട്ടുള്ള ജില്ലാ പഞ്ചായത്താണ് വയനാട് ജില്ലാ പഞ്ചായത്ത്. ഇതുവരെ LDFന് ജില്ലാ പഞ്ചായത്ത് ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ കഴിഞ്ഞ തവണ വ്യക്തമായിക്കൊണ്ടുള്ള ഒരു മത്സരം ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്നു. 2015 ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ 10-6 എന്നുള്ള നിലക്കായിരുന്നു വയനാട്ടിൽ UDF LDFിന്റെ സീറ്റ് വ്യത്യാസം. എന്നാൽ 2020 തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ 8-8 എന്നുള്ള UDFിനൊപ്പം LDFും എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ പൂർണ്ണമായിക്കൊണ്ടും വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജില്ലാ പഞ്ചായത്ത് പിടിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ കൂടിയതാണ് LDFിന്റെ ഒരു സ്ഥാനാർത്ഥി നിർണയം, LDFിന്റെ പ്രചാരണമൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് LDFിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം അവർക്കിടയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കൃത്യമായിക്കൊണ്ടുള്ള പ്രചാരണങ്ങളും നോമിനേഷൻ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിക്കൊണ്ട് തന്നെ LDF മുന്നോട്ട് പോകുമ്പോൾ UDFിന്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് മുതൽ നോമിനേഷൻ കൊടുക്കുന്ന അവസാന തീയതി വരെ അവർക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചിരുന്നില്ല. പലയിടങ്ങളിലും UDFിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ പോലും UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതരായിക്കൊണ്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് പാർട്ടിയിലെ ഉന്നത നേതാക്കളൊക്കെ ഇടപെട്ടുകൊണ്ടാണ് ഈ വിമതരെയൊക്കെ തന്നെ ഒരു ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനുനയ ശ്രമം നടത്തിക്കൊണ്ട് അവരെയൊക്കെ നോമിനേഷൻ പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. എന്നാൽ 2 ഡിവിഷനിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ടത് മീനങ്ങാടി ഡിവിഷനാണ്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗൗതം ഗോകുൽദാസാണ് മീനങ്ങാടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കുന്നത്. അവിടെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് പക്ഷത്തിന്റെ ഒരു സ്ഥാനാർത്ഥി കൂടി അവിടെ കോൺഗ്രസിന് വിമതനായിക്കൊണ്ട് മത്സരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ കേണിച്ചിറയിലും തോമാടിച്ചാലും ഈ 3 ഡിവിഷനുകളിലാണ് ഏറ്റവും അധികം മത്സരം നടക്കാൻ പോകുന്നത്. ഇത്തവണ എന്തായാലും ഒരു തൂക്കിലേക്കും എന്തായാലും കടക്കാൻ സാധ്യതയില്ല. കാരണം കഴിഞ്ഞ തവണ 16 സീറ്റായിരുന്നെങ്കിൽ ഇത്തവണ 17 സീറ്റുണ്ട്. എന്തായാലും ആ തരത്തിലേക്കായിരിക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയി. LDF ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ, അതുപോലെ നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പ്രവർത്തനങ്ങളും കള്ളാടി ആനക്കാമ്പയിൽ തുരങ്കപാതയും ഒക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനമായി LDF ഉന്നയിക്കുന്ന വിഷയങ്ങൾ. അതുമാത്രമല്ല ഈ ചുരം ബദൽ മാർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പടിഞ്ഞാത്ര പൂഴിത്തോട് റോഡിന്റെ DPR ഒക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഇത്തരം വികസനം, അതിൽ വയനാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണ് LDFിന്റെ ഇത്തവണത്തെ പ്രചാരണങ്ങൾ ശക്തമാക്കുന്നത്. അതുമാത്രമല്ല അതുപോലെ മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ഫെസിലിറ്റീസ് വർദ്ധിപ്പിച്ചതടക്കമുള്ള കാര്യങ്ങൾ LDF ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ UDFിനെ സംബന്ധിച്ചിടത്തോളം UDF പറയുന്നത് കഴിഞ്ഞ 5 വർഷത്തെ ജില്ലാ പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ, ജില്ലാ പഞ്ചായത്ത് UDFിന്റെ പ്രസിഡന്റ് ആയിരുന്ന സംഷാദ് മരക്കാർ ഉൾപ്പെടുന്ന ഒരു ഭരണസമിതിയിൽ ജില്ലാ പഞ്ചായത്ത് കാഴ്ചവെച്ചിട്ടുള്ള വികസന നേട്ടങ്ങൾ, അതുപോലെ സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം, നിലവിലെ സ്വർണ്ണപ്പാളി അടക്കമുള്ള വിഷയങ്ങൾ, ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ UDF ഉന്നയിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ പുനരധിവാസ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരുപാട് വൈകിയ ശേഷമാണ് പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സർക്കാർ തുടങ്ങിയത്. ആ കാര്യങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ നിലവിലെ നികുതി വർധന ഉൾപ്പെടെയുള്ള പല അടിസ്ഥാന സൗകര്യങ്ങൾക്കും അല്ലെങ്കിൽ ഈ അടിസ്ഥാന
വിഷയങ്ങളിൽ ഉണ്ടായ വില വർധനവൊക്കെ തന്നെ UDF എടുത്തു പറയുന്നുണ്ട്. എന്തായാലും ഇത്തവണ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മത്സരം ശക്തമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്ത് വില കൊടുത്തും ജില്ലാ പഞ്ചായത്ത് പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് LDF മുന്നിട്ടിറങ്ങുന്നത്. അപ്പോൾ UDFിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അടക്കി ഭരിച്ച ജില്ലാ പഞ്ചായത്ത് കൈവിടാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ള തന്ത്രത്തിലായിരിക്കും UDF ഉണ്ടാവുക.